കുറേ കഴിയുമ്പോൾ നമുക്കൊരു യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാവില്ലേ? അങ്ങനെയുള്ളൊരു സമയത്ത് പോകാൻ ഒരിടത്തേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലോട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. കസാറിയോ റിസോർട്ട് എന്നാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ 2 മണിക്കാണ് ചെക്ക് ഇൻ കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് റിസോർട്ടിലോട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് 2 മണിക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ 2 വില്ലയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വില്ലയുടെ കീ വാങ്ങിയിട്ട് നമ്മൾ വില്ലയിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നമ്മൾ ഫാമിലിയൊക്കെ ഒന്നിച്ച് ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും പിന്നെ അതുപോലെ തന്നെ നല്ല കുറേ മരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത്. പിന്നെ റൂമിലോട്ട് വരികയാണെങ്കിൽ റൂം വില്ല ടൈപ്പാണ്. കിച്ചനുണ്ട്, പിന്നെ വലിയൊരു ലിവിങ് ഹാൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേറെയുണ്ട് കേട്ടോ. നല്ല വലിയ വാർഡ്രോബ് ഉണ്ട് പുറത്ത്. ഡ്രസ്സിങ് റൂം പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അതേപോലെ ബാത്ത് ഏരിയ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത്യാവശ്യം നല്ല വലിയ ഒരു റൂം തന്നെയാണ്. ഇതുപോലെ 2 വില്ലായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിത് പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, അവിടെയൊക്കെ നല്ല ടേബിളും ബെഞ്ചും എല്ലാ ഭാഗത്തും നമുക്ക് പല മോഡലുകളിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനും കുറേ ഫാമിലിയൊക്കെ ഒന്നിച്ച് വരികയാണെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് അടിച്ചു പിടിക്കാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ഷട്ടിൽ കോർട്ടുണ്ട്, ചെസ് ഉണ്ട്, കളിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് കളി വേണമെങ്കിലും നമുക്കിവിടെ കളിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ മേലൊരു ഹട്ടുണ്ട്. ഈ ഹട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ നല്ല ശബ്ദം, ഒഴുക്കിൻ്റെ ശബ്ദം എല്ലാം കൂടി അടങ്ങിയ ഒരു റിസോർട്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. പിന്നെ നല്ല മഴയില്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ വെള്ളമൊക്കെ പോകുന്നത് കണ്ടിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും പിന്നെ നമുക്ക് ഇതിൻ്റെ ശബ്ദം കേട്ടിരിക്കാനും ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു റിസോർട്ടിലുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസം വന്നിട്ട് നല്ല പോലെ അടിച്ചു പൊളിക്കാം. ഒരു ദിവസം 2 മണിക്ക് വരിക, പിറ്റേ ദിവസം 11 മണിക്കാണ് ചെക്ക് ഔട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയിലെ ഫുഡ് നമ്മൾ റൂമിലോട്ട് ഓർഡർ ചെയ്തിട്ട് വരുത്തിയതായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് അവർ റൂമിൽ കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തരും. നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു. രാവിലെ പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബൊഫേ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാൻ പറ്റും. അതും നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ഓംലെറ്റും പിന്നെ റോസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അവർ ഫ്രഷ് ആയിട്ട് ചുട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ.